രജനീകാന്ത് നായകനായ തമിഴ് സിനിമ കൂലിയെ വരവേറ്റ കേരളം രാവിലെ 6 മണി മുതലാണ് കൂലിയുടെ ആദ്യ ഷോ ആരംഭിച്ചത്. തമിഴ്നാട്ടിൽ നിന്നടക്കം നിരവധി പേരാണ് സിനിമ കാണാനായി പാലക്കാട്ടേക്ക് എത്തിയത്. സച്ചിൻ വള്ളിക്കാട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സച്ചിൻ, സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു കൂലി. ആവേശോജ്വല സ്വീകരണമാണ് സിനിമയ്ക്ക് ലഭിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ആദ്യ ഷോ അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് രീതിയിലാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ? തീർച്ചയായും ആര്യ, രാവിലെ മുതൽ അതായത് പുലർച്ചയോടുകൂടി തന്നെ തമിഴ്നാട്ടിൽ നിന്നടക്കം നിരവധി പേരാണ് പാലക്കാട് എത്തിയത്. കാരണം പാലക്കാടാണ് കേരളത്തിലാണ് 6 മണി മുതൽ ആദ്യ ഷോ രജനീകാന്തിൻ്റെ കൂലി റിലീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളത്. തമിഴ്നാട്ടിലടക്കം 9 മണിയോടുകൂടിയാണ് ഫസ്റ്റ് ഷോ ആരംഭിക്കുന്നത്. അതിനാൽ തന്നെ ഇന്നലെ രാത്രിയോടുകൂടെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും നിരവധി പേരാണ് പാലക്കാട്ടെ വിവിധ തിയേറ്ററുകളിൽ എത്തിയത്. വലിയ രീതിയിലുള്ള ഒരു ആവേശോജ്വല സ്വീകരണം തന്നെയാണ് രജനീകാന്തിൻ്റെ കൂലി ഏറ്റുവാങ്ങിയിട്ടുള്ളത്. കാരണം ലോകേഷ് കനകരാജിൻ്റെ ഏറ്റവും നല്ലൊരു സിനിമ തന്നെയാണ് കൂലി എന്ന് തന്നെയാണ് കണ്ടവരൊക്കെ പറയുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതെ, കാണാൻ നന്നായിട്ടുണ്ട് പടം. ഞാനിവിടെ 4 മണിക്ക് എത്തിയതാണ്. ഞാൻ രജനീകാന്തിൻ്റെ ആരാധകനാണ്. നന്നായിട്ടുണ്ട്. രജനീകാന്തിന് 75 വയസ്സിൽ ഇതുപോലുള്ള ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല. ഈ പ്രായത്തിൽ ഇങ്ങനെയുള്ള രീതികൾ ചെയ്യാൻ ആർക്കും കഴിയില്ല. രജനീകാന്തിനെ കഴിയുള്ളൂ. നന്നായിട്ടുണ്ട് പടം, കണ്ടിരിക്കാൻ നന്നായിട്ടുണ്ട് പടം. എങ്ങനെയുണ്ടായിരുന്നു പടം? അടിപൊളി പടം, ഒരു കുഴപ്പമില്ല. രജനീകാന്ത് പൊളിച്ചടക്കി. രജനീകാന്തിന് ഇത്രയും പ്രായമായിട്ട് അഭിനയിക്കാൻ പറ്റും രജനീകാന്ത് മാത്രമേ പറ്റുള്ളൂ. ബാക്കി ആർക്കും പറ്റില്ല. വിജയും കൂടി ഇതുവരെ എത്തില്ല. അത് ഉറപ്പുള്ള കാര്യം തന്നെ. എന്തായാലും അടിപൊളി, സൂപ്പർ. തീർച്ചയായും ഗംഭീരമായി എന്ന് തന്നെയാണ് ഇവിടെ പടം കാണാനെത്തിയ മുഴുവൻ ആളുകളും പറയുന്നത്. അതായത് രജനീകാന്ത് ഇത്രയും വലിയൊരു പ്രായത്തിൽ തന്നെ സിനിമയിൽ ഇത്രയും ഒരു യുവ നടന്മാര് അഭിനയിക്കുന്നത് പോലെ തന്നെയാണ് രജനീകാന്ത് പെർഫോമൻസ് ചെയ്തത്. അത് അടിപൊളിയായിട്ടുണ്ട്. രജനീകാന്തിന്റെ പെർഫോമൻസ് ഒന്നും പറയാനില്ല. ക്ലൈമാക്സിലെ രജനീകാന്ത് കിടുക്കാച്ചി സാധനം. നിലവില് ഇപ്പൊ മലയാളത്തിലെ സൗബിൻ അടക്കമുള്ളവരെ അഭിനയിച്ച് തകർത്തിട്ടുണ്ട്. അതെ, നന്നായിട്ട് അഭിനയിച്ച് തകർത്തിട്ടുണ്ട്. സൗബിനൊക്കെ ഒരു നാഷണൽ അവാർഡ് വരെ കൊടുക്കുക, അത്ര നല്ല അഭിനയമുണ്ട്. പിന്നെ തലൈവർ തന്നെ ഫുള്ള് സൗബിനെ എല്ലാവരാണെങ്കിലും തലൈവർ വേറിട്ട് നിൽക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ തലൈവറിന്റെ ഒരു പെർഫോമൻസ് അത് വേറെ എന്താ വിക്രമന്റെ ലെവലിൽ പോയി പടം. നമുക്ക് അതാണ് വിക്രമന്റെ ലെവലിൽ പോയി. കൂലി പ്രതീക്ഷയിൽ കൂടി പോയി. കൂലി 2ക്ക് വെയിറ്റിംഗ് ആണ് നമ്മള്. കൂലി 2 ആമീർ ഖാൻ ലാസ്റ്റ് വീഡിയോ കൊടുക്കുന്ന സീന് അത് തിയേറ്റർ കൊളുത്തി. അത് ശരിയായ സീനില്ല. ആമീർ ഖാൻ വീഡിയോ കൊടുത്ത സീന് അല്ല, അത് പറയുന്നത് എന്താണ്, അത് കണ്ടിട്ട് പ്രേക്ഷകർ ആകാംക്ഷയോടെ വരുമല്ലോ. ബീഡി കൊടുക്കുന്ന ഒരു സീനുണ്ട്. ആ ബീഡി വലിച്ച് 3 ആൾ നിൽക്കുന്ന സീനുണ്ട്. അത് വേറെ ലെവൽ സീനാണ്. അത് കാണാൻ വേണ്ടി വയസ്സിലും രജനീനെ അടിക്കാൻ ഇന്ത്യയിൽ ആരുമില്ല. തീർച്ചയായും രജനീകാന്തിനെ മറികടക്കാൻ ഇന്ത്യയിൽ ആരുമില്ല എന്ന് തന്നെയാണ് ആരാധകരൊക്കെ പറയുന്നത്. ഇപ്പോൾ പാലക്കാട് ഒരു രജനീകാന്തിന്റെ അതേ രൂപ സാദൃശ്യമുള്ള ആളാണ്. പേരെന്തായിരുന്നു? പേര് സന്തോഷ്. രജനീകാന്തിന്റെ ഫാനാണ്? അതെ, ഫാനാണ്. രൂപവും അതുപോലെ ഉണ്ട്. അതെ, രൂപം ചെറുപ്പം മുതലൊക്കെ അയാൾ ദൈവം പോലെയാണ്. ദൈവം തന്നെ. എങ്ങനെയുണ്ട് പടം? സൂപ്പർ പടം. കുരയ്ക്കാത്ത നായമില്ല, കുരസൊല്ലാത്ത വായമില്ല, അത് രണ്ടും ഇല്ലാത്ത ഊരുമില്ല. നമ്മ പാട്ടുക്ക് വേല പാത്തിട്ട് അപ്പടിയേ പോയിക്കൊണ്ടിരിക്കും. തീർച്ചയായും ആര്യ, വലിയ ആവേശം തന്നെയാണ് രജനീകാന്തിന്റെ കൂലിക്ക് കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും ലഭിച്ചിട്ടുള്ളത്. അത് 1000 കോടി ക്ലബിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് കണ്ടവരൊക്കെ പറയുന്നത്. മാത്രമല്ല ലോകേഷ് കനകരാജിന്റെ നേതൃത്വത്തിൽ ഏറ്റവും നല്ല ഒരു സിനിമ തന്നെയാണ് കൂലി എന്ന് തന്നെയാണ് കണ്ടവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ നിരവധി ആളുകളാണ് ഈ ഓരോ ഷോയിലും ഹൗസ്ഫുള്ളാണ് എന്ന് തന്നെയാണ് തിയേറ്റർ ഉടമകളും വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ സത്യരാജ് അടക്കമുള്ള ശ്രുതി ഹസൻ അടക്കമുള്ളവരൊക്കെ മികച്ച അഭിനയം തന്നെയാണ് സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്.